ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾക്ക് നിലമ്പൂർ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഉപ്പാൻ്റെ അനിയത്തിയുടെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഫാമിലി മൊത്തം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തി. അങ്ങനെ എത്തിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ കണ്ടു. അവരൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ വ്ളോഗ് എടുക്കണില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിച്ചുട്ടി എടുത്തതാണ് കേട്ടോ ഇതെല്ലാം, ഈ വീഡിയോസ് എല്ലാം. അപ്പോൾ നമ്മൾ കുറച്ച് ആളുകളെയൊക്കെ കണ്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു നമുക്ക് തേക്ക് മ്യൂസിയത്തിൽ പോകാം, അവിടെ അടുത്ത് തന്നെ കേട്ടോ തേക്ക് മ്യൂസിയം. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പാർക്കിലേക്ക് പോയി. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തേക്ക് മ്യൂസിയം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ കയറുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു. എൻ്റെ അംജൂട്ടൻ കണ്ടോ, ഇങ്ങനെ നടന്ന് മുമ്പിലേക്ക് നോക്കാതെ ഇങ്ങനെ നടക്കും, എന്നിട്ട് എവിടെയും തട്ടിത്തടിഞ്ഞ് വീഴും കേട്ടോ. അത് സ്ഥിരം പരിപാടി അവൻ്റെ. ഞങ്ങൾ തേക്ക് മ്യൂസിയത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ മ്യൂസിയത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് മുത്തുപോയി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർ അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ പാർക്ക് ചെയ്യുന്ന ആ ഏരിയയിൽ തന്നെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു. ചെറിയ ബേബികളെയും കൊണ്ട് കുരങ്ങന്മാരിങ്ങനെ കുഞ്ഞി കുരങ്ങൻ കുഞ്ഞുങ്ങൾ കേട്ടോ. ഭയങ്കര നൈസായിരുന്നു കേട്ടോ ആ ഒരു കാഴ്ച. ഏറ്റവും കുഞ്ഞു ബേബികളെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഇതുങ്ങളെ കൊണ്ട് നടക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഈ മങ്കികൾ തന്നെ കേട്ടോ. മങ്കികൾ ഇവർ ഫ്രണ്ട്സാണെന്നാണ് തോന്നുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പേനെടുത്ത് കൊടുക്കുന്ന പോലെ തോന്നി. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം, അടുത്ത് വെച്ചിട്ട് കാണുമല്ലേ. എന്നാൽ ഇവരൊന്നും ചെയ്യണമൊന്നുമില്ല കേട്ടോ. അത് നമ്മളെ ഉപദ്രവിക്കുന്ന കുരങ്ങന്മാരൊന്നുമല്ല. ആ കയറുന്ന അവിടെ തന്നെ ഒരു പ്രതിമ ഉണ്ട് കേട്ടോ. ആ പ്രതിമേൻ്റെ അടുത്ത് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അകത്തേക്ക് മ്യൂസിയത്തിൻ്റെ. അവിടെ നിന്ന് കയറിപ്പോയപ്പോൾ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടു കേട്ടോ. അത് ഉണ്ടാക്കിയെടുത്തതെന്നാണ് തോന്നുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് അംജൂട്ടനത് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി കേട്ടോ. ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. നമുക്കൊരു വെയിലോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ല. ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലമായിട്ട് കണ്ടോ. അംജൂട്ടൻ ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോണത് അത് കണ്ടപ്പോൾ തന്നെ അവനത് അടുത്ത് വെച്ച് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടിപ്പോണ ഒരു കാഴ്ചയാണ് കേട്ടോ അത്.
അപ്പോൾ ഗൈസ് ആ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ എല്ലാവരും ചെരുപ്പ് ഊരി വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെരുപ്പ് ഊരി വെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതൊരു പഴയ തേക്കിൻ്റെ വേരാണ് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോളിഷൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടാണ് കേട്ടോ വെച്ചത്. ഇതേതോ പുരാതന തേക്കാണ്, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു തേക്കാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് തേക്കുകളൊക്കെ ഇങ്ങനെ വെച്ചത് കണ്ടപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള പ്ലേസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ. അടിപൊളി സൂപ്പർ പ്ലേസ് അവിടെ ഉണ്ട് തേക്കുകളുടെ ഇടയിൽ വെച്ചിട്ട്. നമ്മൾ ഒരു ഉമ്മ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കും ഒരു മലൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്ന പോലെ ഫോട്ടോയിൽ നമുക്ക് തോന്നും. അത്രക്കും ഭംഗിയായിട്ട് ഫോട്ടോസ് ഇഷ്ടം പോലെ എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി, അടിപൊളിയല്ലേ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് പഴക്കം ചെന്ന ഒരു തേക്കിൻ്റെ തടിയാണ് കേട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് ഒരുപാട് പഴക്കമുള്ള, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഏറ്റവും നല്ല തേക്കാണെന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു തേക്കിൻ്റെ തടി കണ്ടില്ലേ, അതിൻ്റെ ഒരു വണ്ണം നോക്കി, എന്തുമാതിരി കാതലുള്ള ഒരു തേക്കാണ്. അവിടെയുള്ള ഫർണിച്ചറും എല്ലാ കാര്യങ്ങളും തേക്ക് കൊണ്ട് മാത്രമുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് പഴക്കം ചെന്ന തേക്ക് കൊണ്ട് മാത്രം നിർമ്മിച്ച ഫർണിച്ചറുകളാട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പഴയ സാധനങ്ങളാട്ടോ, എല്ലാം സൂപ്പറായിട്ടുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം ഈ ചിത്രശലഭങ്ങളെല്ലാം ഒറിജിനലാണ്. ഈ ഒറിജിനൽ ചിത്രശലഭങ്ങളെല്ലാം തേക്കും തോട്ടത്തിൽ നിന്ന് കിട്ടിയ ശലഭങ്ങളാണ് എന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടോ, ഇതെല്ലാം മരം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അടിപൊളി സംഭവങ്ങളാണ്. ഇതെല്ലാം തേക്കാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
ഈ കാണുന്നതെല്ലാം തേക്ക് കൊണ്ടുണ്ടാക്കിയതാട്ടോ. എല്ലാം തേക്ക് നിർമ്മിതമാണ്. പുരാതന വസ്തുക്കൾ തേക്ക് കൊണ്ടുണ്ടാക്കിയതാട്ടോ. നല്ല അടിപൊളി കാഴ്ചകളാട്ടോ ഇവിടെ കാണാനുള്ളത്. നല്ല പോന്നപ്പോൾ വേറെ സ്ഥലം കണ്ട് ഒരുപാട് തേക്ക് കൊണ്ട് ഉണ്ടാക്കി വെച്ച പണ്ടത്തെ കാലത്ത് പാക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെയുള്ളൊരു സംഭവം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഇത് ഫുള്ള് തേക്കാണ് കേട്ടോ ഗൈസ്. അവിടെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ച പണപ്പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഗാർഡൻ ഉണ്ട് അവിടെ, ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഗാർഡൻ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കുരങ്ങന്മാരുണ്ട് അവിടെ. ഇത് കണ്ട ഒരു കുഞ്ഞു ബേബിനെ ഇപ്പോൾ പ്രസവിച്ചിട്ട കുഞ്ഞു ബേബിയാണെന്നാണ് തോന്നുന്നത്. അത്രക്കും ചെറിയൊരു ബേബിനെ ആയിട്ടാണ് കേട്ടോ ആ കുരങ്ങൻ നടക്കുന്നത്. പക്ഷേ ഇവർ നമ്മളെ ഒന്നും ചെയ്യണോ കാര്യങ്ങളോ ഒന്നുമില്ല. മനുഷ്യന്മാരായിട്ട് ഇണങ്ങിയ ഒരു കുരങ്ങന്മാരാണ് കേട്ടോ ഇവിടെ ഉള്ള. ഒരുപാട് സഞ്ചാരികൾ വന്ന് പോണ സ്ഥലമാണല്ലോ. അപ്പോൾ മനുഷ്യന്മാരൊന്നും ഉപദ്രവിക്കുക കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പറിക്കുന്നുണ്ട്, അല്ലാതെ വേറൊന്നും ചെയ്യണില്ല. അപ്പോൾ കിടിലം ഫോട്ടോസ് എടുക്കാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല വരച്ച് നമ്മൾ പിക്ചറിലൊക്കെ കാണുമല്ലോ, വരച്ചതുപോലെയുള്ള അത്രക്കും ഭംഗിയുള്ള ഗാർഡനും പിന്നെ അതുപോലെ എല്ലാ സംഭവങ്ങളും കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് പോകാനുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഫസ്റ്റിൽ തന്നെ കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഏരിയ കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇങ്ങനെ കീഴുന്ന കറങ്ങുന്ന കാര്യങ്ങൾ ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. ബേബീസിന് ഭയങ്കര എൻ്റർടൈൻമെൻറ്റും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അംജൂട്ടനെ ഇതിൽ വെച്ച് കീയാൻ വേണ്ടി പേടിയിട്ടോ. അപ്പോൾ അനുക്കാക്ക ഇതിൽ കൊണ്ടുവച്ച് അപ്പുറം അനുക്കാക്ക ഇങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്ത് കേട്ടോ. അവന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഗായ്സ്, അനുക്കാക്ക അഞ്ചൂട്ടനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മെല്ലെ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല കാഴ്ചകൾ, അവിടുന്ന് ഇതാ ഈ കാണുന്ന ഗാർഡൻ മൊത്തം ചുറ്റിക്കാണാൻ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക്
അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കാണാട്ടോ കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനകത്തേക്ക് കയറാൻ ഇതാ ഈ ഒരു വഴി കൂടെ അങ്ങനെ പോകണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഗേറ്റ്. അപ്പോൾ ഇതിലങ്ങനെ പോയിട്ടാണ് ആ ഒരു ഗാർഡനിൽ പോയി നമുക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഫോട്ടോ ആണ് കേട്ടോ, ഫോട്ടോ എടുക്കാനാണ് മെയിൻ. ഫോട്ടോ എടുത്താൽ വരച്ച് വെച്ചതുപോലെ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ചെടികളൊക്കെ വെട്ടിക്കൊടുത്ത് അത്രയും അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കൂടെ വന്നവരൊന്നും കാണാനില്ല. ഞാൻ ഈ വഴി വീണ്ടും ഇങ്ങനെ വെച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരെയും കാണാനില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇതിൽ കൂടെ നടക്കുക. ആരും കൂടെ വന്നവരൊന്നും കാണാനില്ല, ആരും ഇല്ല ഗൈസ്. പക്ഷേ ഇവിടെയൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരുപാട് ചെടികൾ തന്നെ കേട്ടോ മെയിൻ. ഒരുപാട് ചെടികളും പൂന്തോട്ടങ്ങൾ. ഇത് കണ്ട ഒരു ഗാർഡൻ്റെ നടുക്ക് ഒരു കുഞ്ഞു വീട് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം. ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് ഭയങ്കര ക്ഷീണം വന്ന് ഞാനിവിടെ കുറച്ച് സമയം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു. നല്ല വെള്ളത്തിന് ദാഹമുണ്ട്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകളും ഉണ്ട്. ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. പക്ഷെ ഒരുപാട് നടന്ന് കാണാനും ഉണ്ട് കേട്ടോ. ഒന്നും കാണാനില്ല. എല്ലാവരും വരുന്നു, പ്രതീക്ഷിക്കുന്നു. വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഗാർഡനൊക്കെ വന്ന് ഇത് ഈ ഒരു വഴി കൂടെ നടക്കുമ്പോൾ ഒരു കാട്ടിലൂടെ നടക്കുന്ന ഒരു ഫീലിങ്സ് ആട്ടോ കിട്ടുക. കുറേ കഴിഞ്ഞപ്പോൾ നിച്ചുട്ടി ഓടി വന്നു കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴാണ് കേട്ടോ, നടന്ന് ലാസ്റ്റ് എത്താനായപ്പോഴാണ് അവൾ ഓടി വന്നത്. ഈ വീഡിയോ ഒക്കെ എനിക്ക് അവളാണ് കേട്ടോ എടുത്തു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കും. നല്ല അടിപൊളി രസമുള്ള സ്ഥലം. ഓലൊക്കെ അവിടെ തന്നെ ഇരിക്കേനി. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന പോലെ ഒന്ന് നോക്കിയാലോ, ഒന്നും കാണാൻ കഴിയൂലേ. എന്നെക്കൊണ്ട് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ തന്നെ പോയിരിക്കും, പിന്നെ എങ്ങോട്ടും ഇല്ല. അതാണ് അവർ.
അഞ്ചൂട്ടൻ ഉറങ്ങി. നടന്ന് ഇതിങ്ങനെ നടന്ന് പോയിട്ട് അപ്പോൾ അംജൂട്ടൻ ഉറങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ വേഗം പിന്നെ വണ്ടിയിൽ പോയിരുന്നു. ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായി. വീട്ടിലെത്തി ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, അസ്സലാമു അലൈക്കും.